പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പെരുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് 5-ാം ദിവസം. യോഹന്നാൻ 19:23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സ്വപ്നങ്ങളുടെയും ദർശനങ്ങളുടെയും ആഘോഷങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അനുഭവവും ദിവസങ്ങളും എത്ര വേഗമാണ് കൊഴിഞ്ഞുപോയത്. ഈശോയുടെ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ. മനുഷ്യനെ അവൻ്റെ മഹിമയിൽ അലങ്കരിക്കുന്ന വസ്ത്രങ്ങൾ പോലും അവനിൽ നിന്നും അഴിച്ചു മാറ്റപ്പെടുന്നു. അവനെ അനുകൂലിച്ചവരും കൂടെ നിന്നവരും അകന്നുപോകുന്നു. ഒപ്പം നിന്നവർ ഓടി ഒളിക്കുന്നു. ഓശാന പാടിയവർക്ക് പകരം അവനെ ക്രൂശിക്കുക എന്നലറി വിളിക്കുന്നവരുടെ ശബ്ദമാണ് അതിലും ഉയരത്തിൽ ഉയരുന്നത്. ജീവിതയാത്രയിൽ ഇടവേളയും ലക്ഷ്യവുമായിരുന്ന ദേവാലയം പോലും അന്യമാകുന്നു. അവിടെ ജീവനെ സംരക്ഷിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്യേണ്ടവർ ഒരുവനെ മരണത്തിന് വിധിക്കുന്നു. ദൈവരാജ്യത്തെ വിളംബരം ചെയ്തവനെ കഴിവിലേറ്റുന്നു. സിംഹാസനത്തിന് പകരം അവന് കുരിശൊരുക്കുന്നു. ആകാശത്തിൻ്റെ നിറവും പ്രകാശവും എത്ര വേഗമാണ് മങ്ങിയത്. ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിച്ച മേഘങ്ങൾ സൂര്യനെ മറച്ചു പിടിച്ച് ഇരുട്ടിന് അകമ്പടി സേവിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏവരോടും പ്രഘോഷിക്കുവാൻ ഏവരാലും പരിത്യക്തനായി 3 ആണികളാൽ ബന്ധിക്കപ്പെട്ട് കുരിശിൽ ഏവർക്കും കാഴ്ചവസ്തുവായി ആകാശത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുന്നു. അവിടെ ഈശോയുടെ അമ്മയും അബലയായ 3 സ്ത്രീകളും ഒരു ക്രിസ്തു ശിഷ്യനും കൂടെയുണ്ട്, നിസ്സഹായ സാക്ഷികളായി. ആ 3 സ്ത്രീകളിൽ 2 പേരുടെയും പേര് മറിയമെന്നാണ്. സ്വന്തം മകൻ്റെ നഷ്ടം അനുസ്മരിപ്പിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം ഒപ്പമുണ്ട്, ഒരു വെച്ചുമാറ്റത്തിനായി. കർത്താവ് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ആമുഖമായോ ആദ്യമായോ മനസ്സിലേക്ക് കടന്നുവന്ന ചിന്തകളും ചിത്രവുമാണ് ഇതുവരെ പറഞ്ഞതെല്ലാം. കുരിശിൻ ചുവട്ടിൽ നിസ്സഹായയായി നിൽക്കുന്ന അമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. സ്വന്തം മകൻ്റെയും ഈ ലോകം മുഴുവൻ്റെയും വ്യാകുലങ്ങളെ ഏറ്റുവാങ്ങി സ്വന്തമാക്കിയവളെ വ്യാകുലമാതാവ് എന്നാണ് പിന്നീട് പലരും വിളിച്ചു തുടങ്ങിയത്. വ്യാകുലമെന്നത് വേദനിക്കുന്ന മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒരു ഭാവവും അത് വെളിവാക്കുന്ന മുഖഭാവവുമാണ്. മരണത്തിലൂടെയുള്ള വിടപറയലാണ് മനുഷ്യൻ ഉച്ചരിക്കുന്ന അവസാന വാക്ക്. മാംസമായി തീർന്ന വചനം തൻ്റെ അവസാന വാക്ക് ഉച്ചരിച്ചിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ അമ്മ അവളോട് ആദ്യമായി ഉച്ചരിച്ച വചനത്തിൻ്റെ പൂർണ്ണാർത്ഥം ഉൾക്കൊണ്ടു. അത് വചനത്തിൻ്റെ വീണ്ടുമുള്ള ഗർഭധാരണമായി തന്നിലേക്ക് വീണ്ടും അവൾ സ്വീകരിച്ചു. പുൽത്തൊട്ടിയിലെന്ന പോലെ കുരിശിൽ അവൻ വീണ്ടും ജനിക്കുകയാണ്. തൻ്റെ മകനെ മരണത്തിൽ കൈവിടുകയല്ല അവൾ ചെയ്തത്. കുരിശിൽ നിറക്കിയ മകൻ്റെ മൃതശരീരം അടിയിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ അവളിലെ അമ്മയുടെ ഉത്കടമായ സ്നേഹവും കരുണയും കണ്ണുനീരായി കവിഞ്ഞൊഴുകി. അവൻ്റെ ശരീരത്തിലേക്ക് അത് വീണു. ഇതെല്ലാം ധ്യാനിച്ച് ദർശനമാക്കിയ ഒരാൾ നിർജീവമായ ഒറ്റക്കല്ലിൽ ഇരുവരുടെയും രൂപങ്ങൾ കൊത്തിയെടുത്ത് അതിന് മരണത്തെ അതിജീവിക്കുന്ന ജീവനും നിത്യതയും നൽകി. അതിന് അയാൾ കൊടുത്ത പേര് പിയേത്ത എന്നാണ്. കരുണാവായ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മൈക്കലാഞ്ചലോയുടെ ലോകപ്രസിദ്ധമായി തീർന്ന ആ ശില്പം റോമിലെ വത്തിക്കാൻ ദേവാലയത്തിലാണ്. അതിൻ്റെ പതിപ്പുകൾ ലോകത്തിലെവിടെയുമുണ്ട്, വ്യാകുലമാതാവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട്. കേരളത്തിലുമുണ്ട്. വഴിയോരങ്ങളിൽ പിന്നിലുള്ള ദേവാലയത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടും വഴിയാത്രക്കാരിൽ ഒരു നിമിഷത്തേക്ക് ധ്യാന ചിന്തകൾ ഉണർത്തിക്കൊണ്ടും. മറിയത്തിൽ നിറഞ്ഞു നിന്ന സഹനത്തിൻ്റെയും കരുണയുടെയും ഭാവങ്ങളും അവളുടെ പുത്രൻ പ്രഘോഷിച്ച കരുണയും ഒന്നായതാണ് പിയേത്ത എന്ന ആ വാക്കും അതിൻ്റെ പിന്നിലെ ദർശനവും. ഇന്നത്തെ ധ്യാനത്തിൽ ആദ്യമായി നമ്മിൽ ഉണരേണ്ട വികാരവും അതുതന്നെയാണ്. സ്വന്തമായുള്ളതെല്ലാം കൊടുക്കുന്നതാണ് ബലിയർപ്പണം. ജീവിതത്തേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ലല്ലോ ഒരുവനു കൈമാറാൻ. ഈശോ തന്നെ താൻ സ്നേഹിച്ചവർക്കായി കൈമാറി. തൻ്റെ ശരീരരക്തങ്ങളെ തന്നെ അവർക്ക് അവൻ പങ്കിട്ടു കൊടുത്തു. അത്ഭുതകരമായി വീഞ്ഞും അപ്പവും പങ്കുവെച്ചതിനേക്കാളും വലിയ അത്ഭുതമായിരുന്നു അത്. അത്ഭുതത്തിൻ്റെ അകമ്പടി അതിന് ഇല്ലായിരുന്നെങ്കിലും. പിതാവിനാണ് അവൻ തൻ്റെ ജീവനെ കൈമാറിയതെങ്കിൽ മനുഷ്യകുലത്തിനാണ് തൻ്റെ ശരീരബദ്ധമായ സാന്നിധ്യത്തെ അവൻ കൈമാറിയത്. ഇനിയും കൈമാറാനായി എന്തെങ്കിലും ഉണ്ടോ എന്ന അവസാനത്തെ ചിന്തയിൽ രക്തക്കറ കൊണ്ട കണ്ണുകളോടെ താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന അമ്മയെയാണ് അവസാനമായി അവൻ കണ്ടത്. 2 ചിന്തകളുടെ സമ്മേളനങ്ങൾ, ക്രോസിംഗ്, ആണ് അവനിലുണ്ടായത്. ആദ്യത്തേത് ഈ അമ്മ ഒരിക്കലും അനാഥയാകരുത് എന്ന ചിന്ത. രണ്ടാമത്തേത് ആ അമ്മയെ കൂടെ മനുഷ്യകുലത്തിന് മുഴുവനും കൊടുക്കണമെന്ന ചിന്ത. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതീകമോ പ്രതിനിധിയോ ആയി ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരുണ എന്നർത്ഥമുള്ള യോഹന്നാൻ. ഇനിമേൽ അമ്മയ്ക്ക്
അവനായിരിക്കും തൻ്റെ ദൃശ്യ സാന്നിധ്യവും താങ്ങും തണലും ഒക്കെ. വ്യക്തമായ അർത്ഥത്തിലും ശബ്ദത്തിലും അവർ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആണികളാൽ ബന്ധനസ്ഥനായ അവിടുന്ന് ഹൃദയബന്ധങ്ങളെ വേർപെടുത്തിക്കൊണ്ട് തൻ്റെ ബലിയർപ്പണ വാക്കുകൾ ഉച്ചരിച്ചു. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. കുരിശിൽ ഉയർത്തപ്പെട്ടവൻ്റെ അവസാന ദർശനവും അതിരുകളില്ലാത്ത വിശാലതയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ അവൻ മനസ്സിലും ഹൃദയത്തിലും അറിഞ്ഞനുഭവിച്ചു. അവർക്ക് വേണ്ടി തൻ്റെ അമ്മയെ തന്നെ നൽകി തൻ്റെ ജീവിതബലി പൂർത്തിയാക്കി. ആ അമ്മയ്ക്കും മറിച്ചൊന്നും പറയാനില്ലായിരുന്നു. തൻ്റെ മകൻ്റെ ഓർമ്മ ഹൃദയത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന അമ്മയ്ക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സാന്നിധ്യമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം വീണ്ടും പ്രതീകങ്ങളാവുകയാണ്. പടയാളികൾ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. ആ മുറിവിൽ നിന്നും രക്തവും ജലവും പുറപ്പെട്ടു. അത് പുതുജീവൻ്റെ ഉറവുചാലായി. തൻ്റെ ശരീരരക്തങ്ങളുടെ ദാനത്തെയും പ്രതീകമായി തീർന്ന അന്ത്യത്താഴത്തെയും അത് അനുസ്മരിപ്പിച്ചു. ആ അമ്മയുടെയും മകൻ്റെയും ഹൃദയങ്ങൾ ആ നിമിഷങ്ങളിൽ ഒന്നായി ഒഴുകി സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. തൻ്റെ മകനെ ദേവാലയത്തിൽ ആദ്യമായിട്ട് സമർപ്പിച്ചപ്പോൾ പ്രവചനാത്മകമായി ശിമിയോൻ പറഞ്ഞ വാക്കുകൾ ആ അമ്മ ആ നിമിഷം അനുസ്മരിക്കുകയും കൺമുമ്പിൽ അനുഭവിക്കുകയും ചെയ്തു. അനേകരുടെ ഹൃദയവികാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ലൂക്ക 2:35. തുറക്കപ്പെട്ട ഹൃദയങ്ങൾ അവിടെ പ്രതീകങ്ങളാകുകയായിരുന്നു. തുറക്കപ്പെട്ട ഹൃദയങ്ങൾ കവിഞ്ഞൊഴുകുന്ന, കോരിച്ചൊരിയുന്ന, വേദനിക്കപ്പെടുന്ന, മുറിവേൽക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ആ മുറിവുകൾ ഉണ്ടാക്കിയ തുറവി ഓപ്പണിംഗ് സ്വീകാര്യതയുടേതാണ്. അവിടേക്ക് ഏവർക്കും സ്വാഗതം. തുറന്നിടപ്പെട്ട ഒരു വാതിൽ പോലെ. അത് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വാതിൽ പോലെയുമായിരുന്നു. ആ നിമിഷം സ്വർഗവും തുറക്കപ്പെട്ടു. അവിടേക്കാണ് മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ എടുക്കപ്പെടേണ്ടിയിരുന്നത്. അവിടേക്കാണ് പ്രത്യാശയോടെ മനുഷ്യർ തലമുറകൾ തോറും നോക്കേണ്ടതും തുറക്കപ്പെട്ട ഹൃദയങ്ങൾ ദേവാലയത്തിലേക്കുള്ള പ്രവേശന കവാടമായി മനസ്സിലാക്കേണ്ടതും. കർത്താവ് ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഇടവും ജീവിതയാത്രയുടെ ഇടവേളയും ദേവാലയമായിരുന്നു. അവിടെയാണ് തൻ്റെ ജീവിതം ആദ്യമായി സമർപ്പിക്കപ്പെട്ടതെങ്കിലും മനുഷ്യനിർമ്മിതമായ ദേവാലയം അവനെ അവസാനം പുറന്തള്ളി. അത് അശുദ്ധമാക്കപ്പെട്ടു. പിന്നെ അവൻ പറഞ്ഞു താൻ തന്നെയാണ് പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയമെന്ന്. ആ ദേവാലയത്തിൻ്റെ വാതിലാണ് ആ നിമിഷം തുറക്കപ്പെട്ടത്. എന്തെല്ലാം അർത്ഥങ്ങളാണ് ആ തുറക്കപ്പെട്ട വാതിലിനുള്ളത്! മാതാവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയം പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കേണ്ട മനുഷ്യകുലത്തിൻ്റെ ഹൃദയവാതിലുകളെയും അനുസ്മരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ വാസസ്ഥലമായ ഭൂമിയുടെയും തുറക്കപ്പെട്ട ഹൃദയം കൂടിയാണ് പ്രതീകാത്മകമായി മറിയത്തിൻ്റെ തുറക്കപ്പെട്ട ഹൃദയം. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട രണ്ടാമത്തെ ഹവ്വായാണ് മറിയം. അവൾക്കേറ്റ മുറിവ് നമ്മുടെ വാസസ്ഥലമായ മണ്ണിൻ്റെയും മുറിവാണ്. പുൽത്തൊട്ടി തൊട്ട് കുരിശുവരെ, ഫ്രം ക്രിബ് ടു ക്രോസ് എന്ന ഒരു വിശ്വാസ പാരമ്പര്യം കൂടിയുണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാലത്ത് തുടങ്ങിയ വിശ്വാസ പാരമ്പര്യത്തിന്. മാർട്ടിൻ ലൂതറാണ് ഈ ചിന്തകളെ ധ്യാന വിഷയമാക്കിയതും പിന്നീട് ഗാനമായി അവ ആവിഷ്കരിച്ചതും. പുൽത്തട്ടിയിൽ ആരംഭിച്ച പരിത്യക്തതയുടെ ജീവിതം അവിടുന്ന് കുരിശിൽ പൂർത്തിയാക്കി. അത് ആ അമ്മ അനുസ്മരിച്ചു. സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും സ്തോത്രഗീതം ആലപിച്ച കന്യകയായ അമ്മ ഇവിടെ കുരിശിൻ ചുവട്ടിൽ ഹൃദയത്തിൻ്റെ വേദനയിലും നിശബ്ദതയിലും ആ വാക്കുകൾ ആവർത്തിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തല ഭൂമിയിലേക്ക് ചായ്ച്ച് പിതാവിനെ ആത്മാവിന് തൻ്റെ പിതാവിന് സമർപ്പിച്ച ഈശോയുടെ ഇഹലോക വാസത്തിന് അവിടെ തിരശ്ശീല വീണു. എന്നാൽ ദേവാലയത്തിലെ തിരശ്ശീല മധ്യത്തിലൂടെ രണ്ടായി കീറിക്കൊണ്ട് ദൈവം പുതിയൊരു ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലം തുറന്നുകാട്ടി. ഇനിമേൽ മറച്ചു വയ്ക്കേണ്ട ഒന്നുമില്ല. സകല ജനത്തിനായും തുറക്കപ്പെട്ട സാന്നിധ്യമാണ് ഇനിമേൽ കർത്താവ് ഈശോയുടേത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൂറ്റാണ്ടുകളായി നിരന്തരം അർപ്പിക്കുന്ന നമ്മൾ ഈ വെളിപാടിൻ്റെ സത്യം മറക്കരുത്. ഒരു വിരിക്കു പിന്നിലല്ല നമ്മൾ അവിടുത്തെ തേടേണ്ടതും ആരാധിക്കേണ്ടതും. അവസാനമായി അമ്മയുടെ അവിഭാജ്യവും തുന്നലില്ലാത്തതുമായ ഓർമ്മകളുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി തീർന്നു തൻ്റെ മകൻ ഈശോ ധരിച്ചിരുന്ന ആ ഒറ്റ ഉടുപ്പ്. പടയാളികൾ ഈശോയുടെ വസ്ത്രങ്ങൾ അവർക്കിടയിൽ പങ്കിട്ടപ്പോൾ അടിമുടി ഒന്നായി നെയ്തെടുത്ത ആ ഉടുപ്പ് മാത്രം അവർ കുറിയിട്ടെടുത്തു. ആ ഒറ്റ ഉടുപ്പ് ഈശോയുടെ അമ്മ അവനെക്കുറിച്ച് ധ്യാനിച്ചും അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചും അവൻ്റെ ബാല്യത്തിലോ യൗവനത്തിലോ
അവനായി തുന്നിയ ഉടുപ്പായിരുന്നു എന്നൊരു പാരമ്പര്യവുമുണ്ട്. അവിഭാജ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാണത്. ഇടമുറിയാതെ തുടർന്നു പോകുന്ന ഓർമ്മകളുടെ പ്രതീകം. തൻ്റെ മകൻ്റെ ഊഷ്മളമായ ശരീര സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഉടുപ്പ് പോലും അമ്മയ്ക്കായി അവർ നീക്കിവെച്ചില്ലെന്ന ഓർമ്മപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിനുണ്ട്. ഇന്ന് നമ്മൾ കുരിശിൻ ചുവട്ടിലെ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരുപാട് അനുസ്മരണങ്ങളും അനുസ്മരിക്കപ്പെടലുകളും ഉണ്ട്. മറിയം ദൈവമാതാവ് ആയി ഇവിടെ വെളിപ്പെടുന്നു. അവൾ ഈശോയോടൊപ്പം സഹരക്ഷകയാണെന്നും വെളിപ്പെടുന്നു. അമ്മയുടെയും മകൻ്റെയും ഹൃദയങ്ങൾ ഒരുപോലെ തുറക്കപ്പെടുന്നു. ഇരുവരും സ്വർഗത്തിൻ്റെ വാതിലാണെന്നും വെളിവാകുന്നു. ഈശോയിലേക്ക് കടക്കുവാനുള്ള വാതിൽ കൂടിയാണ് മറിയം എന്ന ചിന്തയോടെ ഈ ദർശനാത്മക ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.